മന്ത്രി ശ്രീ വി മുരളീധരൻ അവർ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണ്. ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ഗണേശോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുവാൻ പോകുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വജംഭോ ഫലസാര ഭക്ഷിതം ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമ്മുടെ ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ ആചാര്യന്മാർ ഭദ്രദീപം തെളിയിക്കും. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ബഹുമാനായിട്ടുള്ള ശ്രീ വി മുരളീധരൻ ജി അവർ ഉദ്ഘാടനം ചെയ്യും. വർഷത്തെ സേവന പാരമ്പര്യം കോട്ടയ്ക്ക്
വേഗമാകട്ടെ, മടിച്ചുമുട്ടാതെ ഞങ്ങളിൽ നിന്നും ടിക്കറ്റുകൾ ചൈതന്യ ലത്തീസിന്റെ പത്മവിലാസം പഴവങ്ങാടി ആദിശൈലിക്ക് കഴിഞ്ഞ 9 മടങ്ങുകയായ 12 കോടി നേടിക്കൊടുത്ത ആദ്യത്തെ ചൈതന്യ പത്മവിലാസം പഴവങ്ങാടി. ഭക്തി സാന്ദ്രമായ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളോടെല്ലാം 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അവരുകളെ വളരെ വിനയത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 9 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുടെ തുടക്കം എന്നുള്ള നിലയിൽ നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജയശേഖരൻ നായർ അവർകൾ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ അവർകൾ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ സുരേന്ദ്രൻ പിള്ള അവർകൾ, ബഹുമാന്യരായിട്ടുള്ള സന്യാസി വര്യർ, നഗരസഭാ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ ജോൺസൺ ജോസഫ്, ശ്രീ രാജേന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധനീഷ് ചന്ദ്രൻ, ശ്രീ ശിവജി ജഗന്നാഥൻ, ശ്രീ SR കൃഷ്ണകുമാർ, ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ പള്ളിക്കൽ സുനിൽ ഉൾപ്പെടെ, ശ്രീ ആറ്റുകാൽ സുനിൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ ഘോഷയാത്രയുടെ ഔപചാരികമായിട്ടുള്ള ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് തിരിച്ച മൈസൂർ ആശ്രമം മഹാധിപതി അഘോരി ഭൈരവസ്വാമികൾ, ചെങ്ങോട്ടുകോണം ശ്രീരാമദാസ് മിഷൻ ആശ്രമം മഠാധിപതി ശ്രീമദ് ശക്തിശാന്താനന്ദ സ്വാമിജി, അംബാശ്രമം ഗുഡലൂരിലെ മഠാധിപതി മഹാമണ്ഡലേശ്വർ ശങ്കരകൃഷ്ണാനന്ദ സരസ്വതി ഉൾപ്പെടെ മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് വിജ്ഞാനത്തിൻ്റെയും വിജയത്തുടക്കത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഭഗവാൻ വിഘ്നേശ്വരനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഏറെ പ്രാധാന്യമുള്ള ഒരു ദേവൻ എന്നുള്ള നിലയിലാണ് ഗണപതി ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത്. നേരത്തെ ഇവിടെ ശ്രീ കരികുമാർ സൂചിപ്പിച്ചു,
നമ്മുടെ രാജ്യത്ത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എത്രയോ കാലങ്ങളായിട്ട് ആരാധിച്ചു വരുന്ന ഒരു ആരാധനാക്രമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബാലഗംഗാധര തിലകൻ പൂനെയിൽ സാർവജനിക് ഗണേശോത്സവം എന്നുള്ള പേരിൽ ജനങ്ങളെ മുഴുവൻ തന്നെ പരസ്യമായി ഐക്യത്തിന്റെയും ഒരുമയുടെയും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 1893 സാർവജനിക് ഗണേശോത്സവത്തിന് ബാലഗംഗാധര തിലകൻ തുടക്കം കുറിച്ചത്. ഇന്നും മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായിട്ട് ഇന്ന് ഗണേശോത്സവം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. 27-ാം തീയതി വിനായക ചതുർത്ഥിയോടുകൂടി തുടക്കം കുറിക്കുന്ന മുംബൈയിലെ ഗണേശോത്സവ ആഘോഷങ്ങൾ അത് ആ നാടിനെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഒറ്റ വേദിയിൽ കൊണ്ടുവരുന്ന ഉത്സവമാണ്. വിഗ്രഹങ്ങൾ പരസ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച് ആ പൊതുസ്ഥലങ്ങളിൽ പൂജകൾ നടത്തി ആരാധനയിൽ ജനങ്ങളെ മുഴുവൻ പങ്കാളികളാക്കുന്ന ഉത്സവമായിട്ടാണ് ഗണേശോത്സവം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കാലമായിട്ട് ഈ തിരുവനന്തപുരത്തും കേരളത്തിലും ഉൾപ്പെടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഘ്നങ്ങളെയും നീക്കുന്ന ദേവൻ എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന വിഘ്നേശ്വരൻ, ആ വിഘ്നേശ്വരൻ നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഒരു മതാഘോഷം എന്നുള്ള നിലയിൽ നിന്ന് ഒരു ദേശീയ ഉത്സവമായിട്ട് ഗണേശോത്സവത്തെ മാറ്റിയത് അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകമാന്യ ബാലഗംഗാധര തിലകനായിരുന്നു. ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടി. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തിയ പോരാട്ടത്തിന്റെ ഗണേശോത്സവം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് സാർവജനിക ഗണേശോത്സവമായിട്ട് മാറിയെങ്കിൽ ഇന്ന് ബ്രിട്ടീഷ് ഭരണം മാറി, പക്ഷേ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക്, സനാതന വിശ്വാസങ്ങൾക്ക്, ആ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, അവഹേളനങ്ങൾ അതിന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഗണേശോത്സവത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഗണപതി മിത്തല്ല, ഗണപതിയും വിഘ്നേശ്വരനും ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങൾ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ദിവ്യ വികാരമാണ് എന്ന് ജനങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഉത്സവമായിട്ട് ഇന്ന് ഗണേശോത്സവം കേരളത്തിൽ ഉൾപ്പെടെ മാറിയിരിക്കുകയാണ്. പമ്പാ ഗണപതിക്ക് അടിക്കുന്ന നാട്ടിൽ ശബരിമലയിൽ പോകുന്ന ഭക്തരെ അവഹേളിക്കുന്ന നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പമ്പയിൽ വിശ്വാസ സംഗമം നടത്തും എന്ന് പറയുന്ന ആളുകള് സ്വയം അവിടെ ചെന്ന് തേങ്ങ ഉടക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വയം അവിടെ ചെന്ന് ശരണം വിളിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശബരിമലയിൽ അയ്യപ്പന്റെ സംഗമം എന്നുള്ള നിലയിൽ അയ്യപ്പന്മാരുടെ സംഗമം എന്ന് നാമകരണം ചെയ്ത് ശബരിമലയിൽ പോകുന്ന, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്നുള്ള പേരിൽ സംഘടിപ്പിക്കാൻ പോകുന്ന പരിപാടി, ആ പരിപാടിയിൽ പോകുന്ന ആളുകൾ ഏറ്റവും മിനിമം അവർ വിശ്വാസികളെങ്കിലും ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാൻ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് അവകാശമില്ലേ? അവർ ഏറ്റവും ചുരുങ്ങിയത് വിശ്വാസികളെങ്കിലും ആയിരിക്കണം. അവര് ശബരിമലയുടെ ശ്രീകോവിലിന് മുന്നിൽ നട തുറക്കുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരാവരുത്.
പുറംതിരിഞ്ഞു നിൽക്കുന്നവരാകരുത്. അവിടെ ഭക്തിപൂർവം തൊഴുന്നവരായിരിക്കണം. അല്ലാത്തവര് സംസ്ഥാന സർക്കാരിന്റെ ചുമതല എന്നുള്ള നിലയിൽ അവിടെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ നിറവേറ്റിക്കൊള്ളട്ടെ. പക്ഷേ ഞങ്ങൾ വിശ്വാസികളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചറിയാൻ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് സാധിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോ നിമജ്ജനം എവിടെ നടത്തണം എന്ന് സർക്കാർ തീരുമാനിക്കുന്ന സ്ഥിതിയാണ്. ഇവിടെ ഹരികുമാർ പറഞ്ഞു ശംഖുമുഖത്ത് നടത്തും. തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സർക്കാർ തീരുമാനിക്കും എവിടെ നടത്തണം. സർക്കാരിന് എന്താ കാര്യം ഇക്കാര്യത്തിൽ? ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട്, ഈ നാടിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ആചാരങ്ങൾ, ആ ആചാരങ്ങൾ ഒന്നും തന്നെ അശാസ്ത്രീയമായിട്ടുള്ളതല്ല. അതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരാധനാ സംവിധാനങ്ങൾ, ആ ആരാധനാ സംവിധാനങ്ങൾ മുഴുവൻ ഒരു തമിഴ്നാട്ടിലെ മന്ത്രി പറഞ്ഞത് കുഷ്ഠം പോലെയുള്ള വൈറസുകൾ, മഹാമാരികൾ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുന്നത് പോലെ സനാതന ധർമ്മത്തെയും തുടച്ചു നീക്കണം. അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് കേരളത്തിൽ വിശ്വാസി സംഗമം എന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ അവരെന്തിലാ വിശ്വസിക്കുന്നത് എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ അതിന് അവനെ കുറ്റം പറയാനാവില്ല. അതുകൊണ്ട് ഈ ഗണപതിയുടെ ഉത്സവം കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ട്. ബഹുമാന്യനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ ഗണേശ പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ അതിനെയടക്കം വിവാദമാക്കിയ ആളുകളുണ്ട്. പ്രധാനമന്ത്രി ഇഫ്താർ വിരുന്നിൽ പോയാൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ആളുകൾ, ഇഫ്താർ വിരുന്നിൽ പോകുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഗണേശ പൂജയിൽ പങ്കെടുത്താൽ അത് പ്രധാനമന്ത്രിയുടെ മതേതരത്വത്തിന് കോട്ടം വരുത്തുന്ന നടപടിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി, അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ പരസ്യമായി രംഗത്തിറങ്ങി സാർവജനിക് ഗണേശോത്സവം സംഘടിപ്പിച്ച ബാലഗംഗാധര തിലകൻ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഗണേശോത്സവം സംഘടിപ്പിച്ചതെങ്കിൽ ഇന്ന് സനാതന ധർമ്മത്തെ, അതിനെ വൈറസ് പോലെ കണക്കാക്കി തുടച്ചു നീക്കണം ഭൂമുഖത്ത് നിന്ന് എന്ന് പറയുന്ന ശക്തികൾ, ആ ശക്തികൾക്കെതിരായിട്ട് ഈ നാട്ടിൽ വിശ്വാസികൾക്ക് താൻ വിശ്വസിക്കുന്ന ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കും. അതിനു വേണ്ടിയിട്ട് പരസ്യമായിട്ട് രംഗത്തിറങ്ങാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഉത്സവമായിട്ട് ഈ ഗണേശോത്സവം മാറുമ്പോൾ ഇതിൽ പങ്കാളികളാകുന്ന മുഴുവൻ ആളുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട്, ഓണക്കാലത്ത് ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ ഗണേശോത്സവം പരസ്യമായിട്ട് സാർവജനിക ഗണേശോത്സവത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഗണേശോത്സവ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.